ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് എത്തിയിട്ടുള്ളത് നിങ്ങളിൽ പലരും ഈ പറയുന്ന RRB NTPC ഒക്കെ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകൾ കഴിഞ്ഞതിന് ശേഷം മറ്റു പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. പലരും ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഈ പറഞ്ഞ CBT 2-നൊക്കെ വേണ്ടിയിട്ട് എന്താണ് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് CBT 2-നൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ മറ്റ് റിസൾട്ടിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. നമുക്ക് എല്ലാവർക്കും പറയുന്ന CBT 2 അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ, അതായത് ഈ അടുത്തിടെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എന്താണ് CBT 2-ന്റെ ഡേറ്റ് എന്താണ് ഓൾറെഡി റെയിൽവേ തന്നെ എന്ത് ചെയ്തിരുന്നു, അനൗൺസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഈ പറയുന്ന രീതിയിൽ 17/9/2026 തന്നെ എന്ത് നടക്കുന്നവർ പറയുന്നുണ്ട്, CBT 2 നടക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, റെയിൽവേ ഓൾറെഡി അതിന്റെ മെസ്സേജ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ CBT 2-നൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, വളരെ നേരത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ വർഷം തന്നെ 2026 തന്നെ പുതിയ NTPC എന്താണ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, കാരണം ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് എന്ന് വരും, അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളൊക്കെ ഉണ്ടോ എന്നുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ അറിയേണ്ടത്, നമ്മുടെ ഈ പറയുന്ന RRB എന്താണ് പ്രധാനമായിട്ടും നടത്താൻ വേണ്ടി പോകുന്ന പരീക്ഷകളുടെയൊക്കെ എന്ത് ചെയ്തിരുന്നു, ഒരു നോട്ടീസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവർ നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളും കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. കാരണം അവർ പറഞ്ഞു ജനുവരി മാർച്ച് സമയങ്ങളിൽ ലോക്കോ പലരെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞു. പിന്നെ ഏപ്രിൽ ജൂൺ സമയങ്ങളിൽ ടെക്നീഷ്യൻസ് ബന്ധപ്പെട്ട എന്താണ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു. ടെക്നീഷ്യൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നും കഴിഞ്ഞു അല്ലേ. അപ്പോൾ സെക്ഷൻ കൺട്രോളറിന്റെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി പ്രധാനമായിട്ട് ഇനി വരാൻ വേണ്ടിയിട്ട് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ NTPCയുടെയാണ്, അതായത് ഈ പറയുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിലേക്കുള്ള ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇനി വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ഉള്ളത് എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തും വരേണ്ടതായിട്ടുണ്ട്. ഈ ജൂനിയർ എഞ്ചിനീയറിന് വരാൻ വേണ്ടിയിട്ടുണ്ട്, പാരാമെഡിക്കൽ കാറ്റഗറീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടുണ്ട്. അതിനുശേഷം ആയിരിക്കും എന്ത് വരിക, NTPCയിലേക്കുള്ള എന്ത് നടക്കാൻ വേണ്ടി പോകുക, അല്ലെങ്കിൽ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്താണ് വരാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ അതിന്റെ ഒരു തീയതിയായിട്ട് നൽകിയിട്ടുള്ളത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിലായിട്ടായിരിക്കും എന്ത് നൽകാൻ വേണ്ടി പോവുക, ഈ പറയുന്ന ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിലായിട്ടാണ് എന്ത് നടക്കാൻ വേണ്ടി പോകുക എന്നാണ് അവർ പറയുന്നത്. ഈ നോട്ടിഫിക്കേഷൻ എന്താണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയുന്നത്. അതായത് നമുക്ക് എങ്ങനെ പോയാലും ഒരു പറയുന്ന രീതിയിൽ ഒരു ഓഗസ്റ്റിലോ നമ്മൾ ഇച്ചിരി കൂടെ അങ്ങോട്ട് ചിന്തിച്ചാൽ തന്നെ ഈ പറയുന്ന ആദ്യം എഞ്ചിനീയറിന് വരുന്നു, പിന്നെ പാരാമെഡിക്കലിന് വരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓർഡർ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഓഗസ്റ്റിന് ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും, NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റിന് എന്ത് പ്രതീക്ഷിക്കാൻ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇത് ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കലണ്ടറുമായി ബേസ് ആയിട്ടുള്ള ഒരു നോട്ടീസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന NTPC അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഈ പറയുന്ന എക്സാമിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടർ ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിലായിട്ട് എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുന്നുള്ളത്. ഓൾറെഡി ഇപ്പോൾ ജൂൺ കഴിഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പറഞ്ഞ ജൂലൈ മാസങ്ങളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന ചിലപ്പോൾ ജൂലൈ മാസങ്ങളിലായിരിക്കും ചിലപ്പോൾ വരുന്നത്, ചിലപ്പോൾ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും എന്ത് ചെയ്യുക, ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓഗസ്റ്റ് മാസം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻസ് മറ്റു കാര്യങ്ങൾ അവർ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം NTPCയുടെ പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇപ്പൊ പണ്ടത്തെ കൂട്ടൊന്നും അല്ല, വളരെ എന്താണ് ഒരു സമയം വരെ പാലിച്ചുകൊണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന പരീക്ഷകൾ നോട്ടിഫിക്കേഷൻസ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, തീർത്ത് പോകുന്നുണ്ട്. ഈ അടുത്തിടെ ഈ പറയുന്ന RRBയുടെ ഭാഗത്ത് നിന്ന് PABയിൽ വന്നിട്ടുണ്ടായ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ വന്നിട്ടുണ്ടായ നോട്ടീസ് പ്രകാരം അവര് ഈ പറയുന്ന മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട ആളുകളുടെ അപ്പോയിന്റ്മെന്റുകൾ നടത്തിയതും, ഈ RPF ബന്ധപ്പെട്ട RPF കോൺസ്റ്റബിളിന്റെ RPF SIയുമായി ബന്ധപ്പെട്ട് അവര് എന്താണ് പരീക്ഷണം നടത്തിയതും, ആളുകൾക്ക് ജോലി കൊടുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സമയങ്ങളിൽ RRBയെ ബന്ധപ്പെട്ട് കിടക്കുന്ന NTPC ആയിക്കോട്ടെ, മറ്റു പരീക്ഷകളായിക്കോട്ടെ, അതെല്ലാം തന്നെ എന്ത് ചെയ്യും, അവർ ഇനിയും ഒരു ലാഗൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, അവർ നടത്തിക്കൊണ്ട് പോകുന്നു. ഓൾറെഡി അവർ എന്ത് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ അവർ ആളുകളെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായിട്ട് ഈ പറയേണ്ട ഈ വേക്കൻസിയിലൊക്കെ എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ വരാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. 2025 ഒരു വേക്കൻസിയുടെ മറ്റു കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റിന് 5910 വേക്കൻസി അടുപ്പിച്ചുണ്ടായിരുന്നു. അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് വരികയാണെങ്കിൽ, പ്ലസ് 2 പാസിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 3058 വരുന്ന വേക്കൻസികൾ ഉണ്ടായിരുന്നു. ഏകദേശം 88,868 വരുന്ന വേക്കൻസി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ 2024 വരുമ്പോൾ അവിടെ എന്താണ് ഈ പറയുന്ന 8113 വേക്കൻസികൾ ഗ്രാജുവേറ്റിനും, 3445 വേക്കൻസി അടുപ്പിച്ച അണ്ടർ ഗ്രാജുവേറ്റിനും, 11,558 വരുന്ന വേക്കൻസി ഓൾ ഇൻ ടോട്ടൽ എന്താണ് അവിടെ ഉണ്ടായിരുന്നതാണ്. എങ്ങനെ പോയാലും ഏകദേശം ഒരു നമുക്ക് ഒരു 8000 അല്ലെങ്കിൽ ഒരു 7500 ആ ഒരു റേഞ്ചിന് വരുന്ന എന്താണ് ഒരു വേക്കൻസീസ് നമുക്ക് എന്തായാലും അണ്ടർ ഗ്രാജുവേറ്റ്സ് ഗ്രാജുവേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം അല്ലേ.
പറയുന്ന ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒരു 8,000 അടുപ്പിച്ച് വരുന്ന വേക്കൻസികളും അതേപോലെ തന്നെ ഒരു 10,000-3,000 അടുപ്പിച്ചെങ്കിൽ നമുക്ക് ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ്സിന് എന്ത് പ്രതീക്ഷിക്കാം, ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേക്കൻസികളും പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കണം. ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, വേക്കൻസികൾ മറ്റു കാരണം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു റേഞ്ച് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനമായിട്ടും അറിയാമായിരിക്കും, ഈ പറയുന്ന ഒരു ഡിഗ്രി ഉള്ളവർക്ക് മാത്രമായിരിക്കും ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ്. +2 പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നമുക്ക് എന്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും, അണ്ടർ ഗ്രാജുവേറ്റ്സിലേക്കും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി ഗ്രാജുവേറ്റ്സിലേക്ക് വരുന്ന സമയങ്ങളിൽ 18-നും 33 വയസ്സിന് ഇടയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 18-33 വയസ്സിന് ഇടയിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവേറ്റിലേക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇനി അതല്ല നിങ്ങൾ 18-നും 30 വയസ്സിന് ഇവിടെയുള്ള എന്താണ് പ്രായത്തിനിടയിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അണ്ടർ ഗ്രാജുവേറ്റ്സിലേക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലേ. പിന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ SC ST OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഓൾറെഡി മറ്റ് പരീക്ഷകളിൽ ഉള്ള പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഈ പറയുന്ന രീതിയിൽ റിസർവേഷൻ ഉണ്ടെന്നുള്ളതാണ്. OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഏകദേശം OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് എന്താണ് റിസർവേഷൻ ഉണ്ട്. ഏകദേശം എത്ര വർഷത്തെയാണ്, 3 വർഷത്തെ റിലാക്സേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കിട്ടുക. SC ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ ഓക്കെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് 5 വർഷത്തെ എന്താണ് റിലാക്സേഷനാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ലഭിക്കുക എന്നുള്ളതാണ്. കൂടാതെ തന്നെ എക്സ് സർവീസ് മെൻ അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഫിസിക്കലി ഈ പറയുന്ന എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ എന്താണ് റിലാക്സേഷൻ ഒക്കെ അവിടെ നൽകി വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മാസം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന NDPC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റാതെ വരുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾക്കെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന NDPC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പഠിച്ചുകൊണ്ട് പോകുന്ന ആ ലെവലിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയിട്ട് എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചു എന്ന് തോന്നുന്നത് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പഠനം തുടങ്ങി വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട തൊഴിൽദാതാവാണ് ആരെന്ന് പറയുന്നത്, റെയിൽവേ എന്ന് പറയുന്നത് അല്ലേ. സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ റെയിൽവേ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. റെയിൽവേ അതേപോലെ പോസ്റ്റ് ഓഫീസ് എന്നിവയൊക്കെ തന്നെയാണ് കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ഇഷ്ടംപോലെ ജോലി നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തോടുകൂടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഈ പറയുന്ന NDPCയുടെ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ള എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്, എന്താണ് പരീക്ഷ എന്ന് അറിയില്ല, എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയാതെ പടിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ ASDB അക്കാഡമിയിൽ നമ്മൾ RRB NTPCക്ക് വേണ്ടിയിട്ട്, അതായത് NTPC ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് ഗ്രാജുവേറ്റ്സ് ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റ്സ് പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന രീതിയിൽ പ്രിപ്പറേഷൻസ് കോച്ചിങ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നൽകി വരുന്നുണ്ടെന്നുള്ളതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ഈ പറയുന്ന നോട്ട്സുകൾ ലഭ്യമാകുന്നതായിരിക്കും. അതേപോലെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ ലഭ്യമാകുന്നത്. എന്തെങ്കിലും ഡൗട്ട്, എങ്ങനെയാണ് കോഴ്സ് ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്, അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യുന്നു, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി വരാൻ വേണ്ടി പോകുന്ന അണ്ടർ ഗ്രാജുവേറ്റ്സ് പോസ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഓരോ വട്ടം വിട്ട് കളയുന്ന ഓരോ അവസരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ വീണ്ടും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മികച്ചൊരു മാർഗിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ NDPC അണ്ടർ ഗ്രാജുവേറ്റ് CBT 2 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഏകദേശം 70 അതിന് മുകളിലോ, ഏകദേശം എല്ലാവരും പറയുന്നത് 75 മാർക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കട്ട് ഓഫിനൊക്കെ അടുപ്പിച്ച് വരുന്നവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ CBT 2 വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് തുടങ്ങാനും അതേപോലെ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ലെവലിനൊത്ത് ഉയരാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അത് കൂടാതെ ഒരു കാര്യം കൂടെ പറയട്ടെ, ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ മറ്റും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇഫ് യു ആർ എലിജിബിൾ, നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, പഠനം തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ, ഒരു സർക്കാർ ജോലി മനസ്സിലേക്ക് കൊണ്ടു നടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന ജോലി കിട്ടട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും